സസ്പെൻസ്. നീ പറഞ്ഞ വഴിയാ? നീ എന്താ പടക്കണേ? എന്താ അങ്ങോട്ട് പോത്ത്? ഞാൻ വരാം. എന്തേ? അല്ല അപ്പൂപ്പൻ പോയിട്ട് അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കിട്ട് എന്നെ വിളിക്കോ? നല്ല അന്തരീക്ഷാണല്ലോ. അതിപ്പോ മാറും അപ്പൂപ്പ, ഇപ്പൊ മാറിയിട്ടുണ്ടാവും. എന്താ കുട്ടി, എന്താ പറ്റി? അയ്യോ അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എന്താണ്ടായി? അത് അപ്പൂപ്പ എനിക്കൊരു അബദ്ധം പറ്റി. എന്ത്? അല്ല ഒന്നുമല്ല, നമ്മുടെ പിള്ളേരെല്ലാം ഒരു പുതിയ സിനിമ ഇറങ്ങിപ്പോ. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ സിനിമയ്ക്ക് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് വിടൂല, അമ്മ അറിയാലോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെയുള്ള എല്ലാരും പോണുണ്ട്. കള്ളത്തരം കാണിച്ച് വീട്ടിൽ പറയാതെ പോണുണ്ട്. അപ്പൊ ഇവര് സിനിമ ബുക്ക് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കെട്ടിയിട്ട് അവസാനം എന്റെ പൊട്ട ബുദ്ധിക്ക് ഞാനും പറഞ്ഞു പിന്നെ ഞാനും വരാം, വീട്ടിൽ അറിയൂലല്ലോ എന്ന് പറഞ്ഞു. അത് ഒരു കൊച്ചിന്റെ അമ്മ തൂക്കി. എന്നിട്ട് പറഞ്ഞല്ലേ ഈ പോയ എല്ലാ പിള്ളേരുടെ അമ്മയെ വിളിച്ച് പറയും. അത് ഞാൻ നടന്നു വരണമായിരിക്കും അവള് എന്നെ വിളിച്ച് പറഞ്ഞത്. അമ്മ അറിഞ്ഞിട്ടുണ്ട്, അമ്മ അറിഞ്ഞ എന്നെ വീട്ടിൽ കേറ്റൂല. നീ സിനിമയ്ക്ക് പോയി ക്ലാസ് കട്ടിയിട്ട് ഇതപ്പൊ പ്രശ്നമാവും. അതെല്ലാരും ചെയ്യണല്ലേ. അപ്പം വരവാ, അതൊന്നും കുഴപ്പമില്ല. അറിഞ്ഞിണ്ടാവില്ല, ഇനി അറിഞ്ഞ എന്താ ചെയ്യേണ്ടത് അപ്പം ആന്റി വിളിച്ച് പറയും. നീ നടക്കണേ, നോക്ക അമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പൂപ്പ നീ വാ, അപ്പൂപ്പനല്ലേ പറയണേ, അപ്പൂപ്പൻ പറഞ്ഞോളാം. പറയൂ. പിന്നെ ഇതൊക്കെ നിസാര കാര്യല്ലേ. എന്നാലും നമ്മൾ അവളുടെ അടുത്ത് നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ. ഇനി നമ്മൾ എന്ത് ഉറപ്പില്ല അടിപൊളിയൊക്കെ പഠിക്കാൻ വരുന്നത് ഇങ്ങനെ തോന്നിയാസം നടക്കാനാണെങ്കിൽ. ഇവിടെ ഒന്നും അറിയാതെ നമ്മളിരിക്കുന്ന ഈ പിള്ളേര് ഇങ്ങനെ തുടങ്ങി. അപ്പൊ രജിത എന്റെ വിളിച്ചപ്പോ അമ്മയുടെ മോൻ നോക്ക്. അപ്പൊ അറിഞ്ഞ ഞാൻ തിരിച്ചു കോട്ടോ മാമ കൂടെ മാമ പോയി. മാമ കനകാ കുട്ടി വന്നിട്ട് അതെ നീ രാജ്യാന്തര കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. അമ്മ എന്തേലും പറഞ്ഞ എന്നോട് പറയും. അയ്യോ എന്തേലും പറയോ അപ്പൂപ്പ? എടി ഞാൻ ഈ കുടുംബത്തിലെ കാരണവരല്ലേ, ഞാൻ പറഞ്ഞ അവർക്ക് എതിര് പറയാൻ പറ്റുമോ? പോന്ന് ചെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാം. നീ ചെല്ല്, എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. ഞാൻ ഡ്രസ് ഒന്ന് മാറട്ടെ. ചെല്ല്, വരൂ. ഞാൻ അങ്ങോട്ട് വരാം. ചെല്ലടി. എന്നെ വീട്ടിൽ കേറ്റോ? പിന്നെ കേറ്റാതെ വരണേ. പെണ്ണിന്റെ ഒരു കാര്യം അല്ല, ഇവരെന്താ കണ്ട് മൈൻഡ് ചെയ്യാണ്ടിരുന്നറിയാം. അമ്മ അല്ലാതെ അമ്മ വിചാരിക്കണ പോലെ അല്ല. അമ്മ ഞാൻ പറയണൊന്ന് കേക്ക്. സംഭവം എന്തെന്നോ എനിക്കൊന്നും കേക്കണ്ട. അമ്മ ഇരുന്നേ സമാധാനിച്ചിരിക്കെ. വേണ്ട വേണ്ട, ഞാൻ വിശദമായിട്ട് പറഞ്ഞത് എന്താ സംഭവം. ഇത്രയും നാള് നീ പറയണ കേട്ടു, ഇനിയില്ല. ആ മറ്റോ മൂലം കേട്ടിട്ട് ഓരോന്ന് പറയല്ലേ. ഇരിക്ക്, ഞാൻ പറയണ കേക്ക്. ഞാൻ മടക്കി തരാം. ഞാൻ പറയട്ടെ, കേക്കോ? ഇല്ല, നിന്റെ ഡാഡി വരട്ടെ. നിന്റെ ഡാഡി വന്നിട്ട് ഡാഡിനെയും കൂടി ഇരുത്തിയിട്ട് എനിക്കും നിനക്കും പറയാനുള്ളത്. ഡാഡി അറിഞ്ഞോ? എന്നെ അത്രയും വിശ്വാസമില്ലേ അമ്മ? വിശ്വാസം ഉണ്ടായിരുന്നു, അത് നീയായിട്ട് തന്നെ കളഞ്ഞു. ഇനി നിനക്ക് അതിനുള്ള, ഇനി എന്നോടൊന്നും സംസാരിക്കാനുള്ള ഇത് നിനക്കില്ല. അമ്മ അത് ഒരിക്കൽ പറ്റിപ്പോ ഇനി നടക്കൂ, ഇനി അങ്ങനെ സംഭവിക്കൂല. കണ്ണാളെ കർത്താവേ, മുത്താരപ്പനല്ലേ ഇത്? നീ എന്താ എടുക്കണേ?
പണിക്ക് പോയതല്ലേ? അത് സ്പെയർ പാർട്സ് മേടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴേ കോഴിക്കോട് ആലുവ വണ്ടി പോകുന്നുണ്ട്. അപ്പൊ പിന്നെ അരക്കിലോ മേടിച്ചു, അത് തരാൻ വേണ്ടി വന്നേ. അപ്പൊ വായത്തിന് തന്നല്ലോ ഇനിയിപ്പോ. അമ്മ അമ്മയുടെ മോളല്ലേ അമ്മ, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ ഇല്ല, പറയണ കേക്ക് അമ്മ. അമ്മ മുത്ത എന്നെ തുടരുതെന്നാ ഞാൻ പറഞ്ഞത്. ഒരു സംഭവം ഉണ്ടായ എന്റെ വിശ്വാസം ഒന്ന് പോവോ? ആ പോകും. നീയെങ്കിലും ഉള്ള നേരത്തെ പണിക്ക് പോയിട്ട് കുടുംബത്ത് 10 കാശ് കൊണ്ടുവന്ന് അവരെ നാണം കെടുത്താതെ ജീവിക്കാൻ നോക്ക്. ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയതല്ലേ, കേട്ടാ? ഞാൻ പറയണ കേട്ടിട്ട് കോടതിയോളം നമ്മൾ പറയണ കേക്കും കേട്ടോ. എന്നാ നീ കോടതി പോയി പറയടി. അത്ര വലിയ ഇതൊന്നും അല്ല ഇത്. പിന്നെ ഞാൻ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരും. മീൻ വല്ലതും മേടിക്കണം. ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ ഉണ്ടാവും, അത് കൂട്ടി കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കുഴച്ചുരുട്ടി കഴിക്കുമ്പോഴാണ് എല്ലിന്റെ ഇടയിൽ കയറി അഹങ്കാരം വരുന്നത്. മനസ്സിലായോ? അപ്പൊ തന്തേനെയും തള്ളേനെയും പേടിയില്ലാതാവും, തോന്നിയ പോലെ നടക്കാം. അമ്മ തോന്നിയ പോലെയാണ് പറയണ കേക്ക്. എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അത് സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് തീർക്കണ്ടേ? അത് കേൾക്കാൻ ഇതില്ല. അവർക്ക് ഒരപ്പനുണ്ട്, അപ്പം വരുമ്പോ ചർച്ച ചെയ്തോളൂ. റൊണാൾഡോ അതിന് മെനക്കെടണ്ട. ഓ മക്കളൊരു കാര്യം ചെയ്യും, ആ വിഷമൊക്കെ പറഞ്ഞു ഇത് ആലുവ ഒരു ശകലം അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് അപ്പൊ അങ്ങനെ മാറും. അതിന്റെ വരാം കേട്ടോ, ഒന്ന സമയം കൊള്ളില്ല. അല്ലേട്ടാ, ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അവർ പ്രായപൂർത്തിയായവരല്ലേ, അതെനിക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ കോടതിയിലൊരു ഹർജി കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അല്ലാതെ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. ആ വിഷമിക്കേണ്ട, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം അങ്ങോട്ട് കേട്ടോ. ശരി കേട്ടോ. എന്താ പ്രശ്നം? ആരാ? അല്ല, ഇന്നലെ സ്റ്റേഷനിലൊരു പരാതി വന്നായിരുന്നേ. എന്ത്? ഈ കല്യാണം കഴിച്ചിട്ട് കുറേ നാൾ കുട്ടികളൊന്നും ഇല്ലായിരുന്ന ഒരു മനുഷ്യന് അവസാനം കുഞ്ഞുണ്ടായി. അത് 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേന് ഇറങ്ങിപ്പോക്കളഞ്ഞു. അപ്പം ഈ മനുഷ്യൻ പറയണ വെച്ചാൽ എങ്ങനെയെങ്കിലും മോളെ തിരിച്ചു കിട്ടണമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പെറ്റ് വളർത്തിയ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ എന്താ, അവരുടെ സ്വപ്നങ്ങൾ എന്താ എന്നൊന്നും തിരിച്ചറിയാതെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുക. എന്തിനെ പറ്റിയൊക്കെ വളർത്തണം? അവരിപ്പോൾ അവരുടെ ഇപ്പോഴത്തെ അവരെ ശരിയാണ് അവർ നോക്കുന്നത്. കുറച്ച് ദൂരം പോകുമ്പോൾ മനസ്സിലാവും എല്ലാം പൊട്ടത്തെറ്റായിരുന്നു. അപ്പം തിരിച്ചു വരും. വല്ല കാര്യമുണ്ടോ? എല്ലാം പോവും. മക്കളില്ല, ഞാൻ നന്നായി. ആടാ, പിന്നെ ആ വിറക് വരെ ചെതല് പിടിച്ച് കിടക്കണ അതെപ്പോഴാണ് തലയ്ക്ക് വീഴാന്നറിയില്ല. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കെട്ടി വൃത്തിയാക്കിയിട്ട് ആ വിറകൊക്കെ അതിൽ അടുക്കി വെക്കാൻ നോക്ക്. ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ. അവൻ ഞാനൊരു സബ് ഇൻസ്പെക്ടറാണ്. സബ് ഇൻസ്പെക്ടർ പുറത്തല്ലേ, വീട്ടിൽ നീ ഇപ്പോഴും കനകനല്ലേ? അതല്ല, ഞാൻ ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ. അതാ അപ്പുറത്തൊരുത്തം വി ഹെൽപ്പ് എന്ന് പറഞ്ഞ് നടക്കണമല്ലോ. ഈ നാട്ടുകാർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ അവൻ്റെ അടുത്ത് പറയണം. അങ്ങോട്ട് നേതാവ് എന്നും പറഞ്ഞ് ചൊറിയും കുത്തിരിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ വി ഹെൽപ്പായിട്ട് നടക്കല്ലേ, അവനെ പിടിച്ചാൽ കിട്ടുമോ? കളിപ്പാട്ടൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നടി അമ്പലത്തില്? നന്നായിരുന്നു. ഭയങ്കര വെയിലും ചൂടും. പായസമൊക്കെ കുടിച്ചാ? ഇതിപ്പോ എത്ര ദിവസമായി ഉത്സവം? 6ാമത്തേതാന്ന് തോന്നുന്നു. വൈകുന്നേരം ഗാനമേളയുണ്ട്, നമുക്ക് പോയാലോ? ഈ വയസ്സുകാലത്ത് ഉറക്കൊഴിച്ച് ഗാനമേള കാണാൻ നിങ്ങളാരച്ചപ്പോ ഞാനൊന്നും ചെയ്യേ. ഒരു സ്ഥലത്ത് കൊണ്ടുപോയത്. അമ്മായി വാങ്ങിച്ചു കൊടുത്താണോ? എന്തിനാ അമ്മായി? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ദുബൈയുടെ കയ്യിലും ഇതുപോലത്തെ പാവയൊക്കെ. അതെ, ഒത്തു വന്നിട്ടുണ്ട്. ആണോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അവളെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഡ്രസ് ഒന്ന് മാറിയിട്ടോ. എവിടെ 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 പോയി ഡ്രസ്സ് മാറിയിട്ട് ആദ്യം അതൊക്കെ കൊണ്ടുവച്ചേ. നല്ലു ചെല്ല് സൈ കൊണ്ടുവെക്ക്. മാമി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞോടി ഡ്രസ്സ് മാറാൻ പോയിക്കോ. ഹലോ, അതെ, ആ വളത്തിന്റെ ആൾക്കാർ. ചെല്ല് ഇതൊക്കെ കൊണ്ടുവച്ചേ. പോ കൊണ്ടുവെക്ക്. അവിടെ എടുത്തിട്ടിട്ടുണ്ട് ഉടുപ്പ്. മാമി ഇപ്പൊ എല്ലാവരും കൂടെ എന്റെ അടുത്ത് മിണ്ടായിരുന്നാലോ? ഇനി എന്ത് മിണ്ടാനാ നിന്നോട്? ഇത്ര ഒപ്പിച്ച് വെച്ചിട്ട് ഇനി മിണ്ടിക്കൊണ്ട് വരണോ ഞങ്ങള്? ഒരബദ്ധം ആർക്കും പറ്റൂല. ഹലോ ഹലോ. ഇല്ല, ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ പോകുന്നുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. ഇതാണ് അബദ്ധം. ഒന്നെങ്കിൽ നമ്മളെ വളർത്തുന്ന അച്ഛനമ്മമാരോട് സ്നേഹം വേണം, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാതിരിക്കണം. ഇത് രണ്ടും നീ ചെയ്തില്ലല്ലോ.
മാമി ഇനി ആവർത്തിക്കില്ല, ഒന്ന് അമ്മ എടുത്ത് പറ. ഇത്രയും വലിയ പ്രശ്നമാക്കാനൊക്കെ ഉണ്ടോ? ഞാൻ വന്ന് പറയണം? ഇത് ഞാൻ വന്ന് പറഞ്ഞാലൊന്നും തീരുന്ന പ്രശ്നമൊന്നുമല്ല. നീ പോയിക്കേ പോ. മാമി നിങ്ങളത് ഇന്ന് തന്നെ ഒരാളെ വെച്ചിട്ട് ചാക്കിലൊക്കെ നിറച്ചു വെച്ചോ. നാളെ രാവിലെ ഞാനൊരു പെട്ടി വണ്ടി വിളിച്ചിട്ട് ഇവിടെ എടുത്തു കൊടുന്നോളാം. ആ ശരി, രാവിലെ ഞാൻ വരുമ്പോൾ വിളിക്കാം. ആ അമ്മോട് സംസാരിച്ചാ കോംപ്രമൈസ് ആയി? സംസാരിച്ചു. ആ മോത്ത് പോലും നോക്കണല്ലോ അമ്മ. അപ്പൊ നീ കാര്യം പറഞ്ഞില്ലേ? പറയാൻ സമ്മതിക്കണ്ടേ? ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. നീ ഒന്നും പറയണ്ട. ഇവിടെ വന്നപ്പോ മാമ എന്റെ മുഖത്ത് നോക്കല. മാമൻ എന്തോ പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയി. നന്നായിട്ട് അറിയാവുന്ന മാമൻ എന്തോ പ്രശ്നമുണ്ടെന്ന്. ആ പിള്ളേർക്ക് സംസാരിക്കാൻ പറ്റിയില്ല, അവരെയും പറഞ്ഞു വിട്ടു. എന്തായാലും ഒന്ന് പറയണ്ടേ? ഇതിപ്പോ അത്ര വലിയ തെറ്റാത്. അപ്പൂപ്പനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആഴ്ചയിലെ 7 ദിവസത്തില് 4 ദിവസം സ്കൂളിൽ പോവില്ല. ഇതിപ്പോ ഒരു ദിവസം കട്ട് ചെയ്താനായി പ്രശ്നം. അല്ല, എന്റെ അമ്മാതിന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അപ്പൂപ്പൻ സംസാരിക്കാം. നീ എന്താ അങ്ങോട്ട് മുകളിലേക്ക് വരാത്ത? അവിടെ ഗിരിജയൊക്കെ അമ്പലത്തിൽ നിന്ന് വന്നല്ലോ. ദേ എന്തോരം പണിയാ ഇവിടെ. കഴിയാതെ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? എന്തേ അമ്മാവാ? അല്ല, നീ എന്താ മുത്തിനോട് മിണ്ടാത്ത? എങ്ങനെ മിണ്ടും അമ്മാവൻ പറ. അങ്ങനത്തെ പ്രവൃത്തിയാണ് ചെയ്തു വെക്കുന്നത്, മിണ്ടുന്നില്ല. അവളങ്ങനെ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടില്ലേ നമ്മളോട് ചോദിച്ചു നോക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അമ്മാവൻ. അല്ല, അവളിനോട് പറഞ്ഞു അതൊക്കെ ഒരു അബദ്ധം പറ്റിയതല്ലേ. ഇനി മുതൽ അവൾ അമ്മാവനോട് പറഞ്ഞ നിനക്ക് നോണുണ്ടോ അമ്മാവനോട് ഇത് പറയാനായിട്ട്? എന്താടി ഈ പ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വരെ കുറുമ്പൊക്കെ ചെയ്യും. ഞാൻ അത് ചെയ്യില്ല എന്ന് അവള് പറഞ്ഞില്ലേ? ഇതിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും അവള് പണങ്ങിയായിരുന്നു. അവൾക്ക് എത്ര വിഷമം ഉണ്ടാവും? അവള് വിഷമിക്കട്ടെ. അമ്മാവൻ ഒറ്റ ഒരാളാണ് ഇവിടുത്തെ പിള്ളേരെല്ലാവരെയും വഷളാക്കുന്നത്. നേരത്താ എന്തോ എല്ലാ പിള്ളേരും ചെയ്യണ പ്രവൃത്തിയാന്ന് ഞാൻ ചെയ്തിട്ടുണ്ടോ? അമ്മാവൻ ചെയ്തിട്ടുണ്ടോ? ചേച്ചി ആടി ഇതാ വരുന്നു. കുഴപ്പമില്ലാതെ ക്ഷമിച്ചേക്കും. അമ്മാവാ മാറിക്കിടിമുത്തേ, ഞങ്ങൾ എല്ലാവരും ഒരു ചെറിയ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മാവൻ ചെറുതിൽ ആ വടിയെടുത്ത് അടിച്ച് തൊട പൊട്ടിക്കുമായിരുന്നല്ലോ. ഇപ്പൊ അതെന്താ മറന്നുപോയോ? അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇവിടുത്തെ പിള്ളേരെല്ലാം അങ്ങ് വഷളായി പോക്കോട്ടെ എന്നോ? അമ്മ എന്തായാലും നിന്റെ അമ്മ അങ്ങനെ എന്താ അടി വിളിച്ചത്? സാറെന്തിനാ വിളിച്ചത്? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, കല്യാണത്തിന് വേണ്ടി. അതായത് ഞങ്ങളുടെ ഈ വീടുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരാണ് തമ്പേണനും സുലിച്ചേച്ചിയൊക്കെ. ഈ വീട്ടിലൊരു പ്രശ്നമുണ്ട്. അത് സുലിച്ചേച്ചി അറിഞ്ഞോ ഇല്ലെന്ന് അറിയില്ല. അറിഞ്ഞില്ലെങ്കിൽ അറിയണം. എന്താ ചേച്ചിക്ക് അപ്പൊ ഒന്നും അറിഞ്ഞൂടെ? ഞാനൊന്നും അറിഞ്ഞില്ല. എന്താ തങ്ക ഇവിടെ അറിഞ്ഞിട്ട് അറിയാത്ത ഭാഗത്തിന് നിൽക്കുവാണോ? അല്ല, ഇവിടെ ഇപ്പൊ എന്ത് പറ്റി? നിന്റെ കാര്യം തന്നെ മനസ്സിലായില്ലേ? അത് സുലുവാന്റെ അടുത്ത് എന്തിനാ പറയണത്? തന്നെ ചുമ്മാ നാണം കെടുത്താനല്ലേ. മക്കളെ, മുതിർന്നവർ സംസാരിക്കുകയാണ്, മക്കൾ സംസാരിക്കണ്ട. നിങ്ങൾ എന്താണെന്ന് പറ, എങ്കിലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താ എങ്ങോട്ടാണ്? ഞാൻ ഇവിടെ ക്ലിറ്റോ നേതാവിന്റെ വീട് വരുന്ന പോയാ. ക്ലീറ്റോ വീട്ടില് രാവിലെ അങ്ങോട്ടാ പോയതാ? എപ്പോരെന്ന് പറഞ്ഞു? എന്ത് പറ്റി? അല്ല, ഒരു കുടുംബകാര്യമായിട്ട് വന്നേ. അവൻ വരാൻ ചില വൈകും. അപ്പൊ ഇവിടെ പറഞ്ഞാലും മതിയല്ലേ? സത്യം പറഞ്ഞ ഞാൻ ഒരു കല്യാണമായിട്ട് വന്നത്. ക്ലിറ്റോയുടെ മോക്ക്. ആർക്ക്? ക്ലിറ്റോയുടെ മോക്കേ. ക്ലീറ്റോയുടെ മോളാ? അല്ല, പിന്നെ ഞങ്ങൾ ഈ ബ്രോക്കർമാരെ ഈ കല്യാണപ്രായ പെൺകുട്ടികളെയൊക്കെ തിരക്കി വെക്കും. പ്രായമൊന്നും ആയില്ല. എന്നാലും തങ്കം വന്നേടി. ശശിയണ്ണ വന്നേക്ക.
ആ ആ. ഇതിനെന്നറിയോ മുത്തിനൊരു കല്യാണാലോചന. ഏ നല്ലൊരു പയ്യനുണ്ട്. അവക്കിപ്പോ ആരാ കല്യാണം? അവള് പഠിക്കുവല്ലേ ശശിയണ്ണ? ഞാൻ പറഞ്ഞു പയ്യൻ എന്ത് ചെയ്യുന്നു? പയ്യൻ നല്ലൊരു കലാകാരനാണ്, സിനിമയിലൊക്കെ ഉണ്ട്, ആ പിന്നെ ജീവിക്കാനും നല്ല സൗകര്യമുണ്ട്. അവളെ കെട്ടിക്കണൊന്നുമില്ല. അല്ല അവള് അല്ല എവിടെ പയ്യന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ? എന്തിനടി ചുമ്മാ കാണാലോ. എന്റെ മോക്ക് ആദ്യം വന്ന കല്യാണാലോചന അല്ലേ? നല്ല കലാകാരനാണ്, ജീവിക്കാനും സൗകര്യമുണ്ട്. ഇവിടെ പെണ്ണുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ? ആരെയും ആലോചന കൊണ്ടുവന്നു? സഹോദരിയാണ് പറഞ്ഞു വെച്ചത്. അതെ, പറഞ്ഞ ആൾക്കാരോട് പറയണം ഇവിടെ കൊച്ചിനെ കൊടുക്കാനില്ല, കൊച്ചിനെ പഠിപ്പിക്കുവാണ്. സമയമാകുമ്പോ ഞങ്ങൾ ആരെയാന്ന് വെച്ചാൽ ആലോചിച്ചോളാം. ശശിയണ്ണൻ ചെല്ല്. ഇവനെന്തായാലും ഇവിടെ പെണ്ണില്ല. ചെല്ല്. അത് നിങ്ങൾ ചൂടാവുന്നതിനാ? പെണ്ണ് എറണാകുളത്തല്ലേ പഠിക്കുന്നത്? പെണ്ണും അവനായിട്ട് കാണാറുണ്ട്, അവരെങ്കിലും ഇഷ്ടത്തിലുമാണ്. നിങ്ങൾ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ കുടുംബത്തിന് ചീത്ത പേരാകും. അത്രേ ഉള്ളൂ. എന്റെ പൊന്ന് സാറേ, സത്യമായിട്ട് ഇത് ഞാൻ അറിഞ്ഞതല്ലേ. ആ ശശികണ്ഠന് ഫോട്ടോ കൊടുത്തതുള്ളത് തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഒന്നും സംബന്ധം ആലോചിച്ചതല്ല. എനിക്കെല്ലാം അറിയാവുന്നതല്ലേ. അതുകൊണ്ട് അവന് വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ നോക്കാൻ വേണ്ടി ഞാൻ കൊടുത്തതാണ്. ഞാൻ ഇങ്ങനെ ചെയ്യൂ? പിന്നെ ഇതാരപ്പാ? ലല്ലു ആണെങ്കിൽ അയ്യോ, ലല്ലു ഒരാഴ്ച കൊണ്ട് ഇവിടെ ഇല്ല. അവൻ ബാംഗ്ലൂരാണ്. അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതായിരുന്നു ഞാൻ വിചാരിച്ച. മുത്തേ, സത്യം പറഞ്ഞോ, ഇതിനകത്ത് നിനക്ക് ഒരു ബന്ധമില്ലല്ലോ? ഏത് ഇതിലോ? ആ ഡാഡി, ഞാനാണ് സത്യത്തിൽ ഇതിൽ എനിക്ക് ബന്ധമില്ല. ഞാൻ ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പൊ പിന്നെ ആരാ ശശികണ്ഠൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്നാ പിന്നെ നീ ആ ബ്രോക്കറിനെ ഒന്ന് വിളിച്ചു നോക്കിയടാ. അതെ, അതൊന്നും അറിയാമല്ലോ. എറണാകുളത്ത് പോവാറുണ്ട്, കാണാറുണ്ട് എന്നൊക്കെ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാ. ഒരു കല്യാണം നടത്താൻ വിളിച്ചോളി. സോറി കേട്ടോ ചേച്ചി, പെട്ടെന്ന് കേട്ടപ്പോഴേ അങ്ങ് ഒരു ആന്താളിപ്പായി പോയി. അറിയാലോ ഇവിടെ എങ്ങനെയാ വളർത്തണേന്നുള്ളത് അറിയാലോ. എന്റെ പൊന്ന് തങ്കം, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ അങ്ങനെ ചെയ്യൂ? ഞങ്ങളെല്ലാരും ടെൻഷനിലായി പോയി. വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയത് സുലിച്ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കൂല. കാര്യം കേൾക്കുമ്പോഴേ അത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുമ്പോ അതിൽ സത്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ കുട്ടി എത്രമാത്രം ടെൻഷൻ അടിച്ചു ഇപ്പൊ. പിന്നല്ലാതെ, അല്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കണം. അങ്ങനെ പറയാനും വേണ്ട. എന്താടാ ശശികണ്ഠൻ പറയുന്നത് ലല്ലുവിന്റെ കൂട്ടുകാരൊപ്പിച്ച പണിയാണ്. ആ സുലി ചേച്ചി എന്തായാലും അവന് പെണ്ണുകാലിലേക്ക് വേണ്ടി ഫോട്ടോ കൊടുത്ത് വിട്ടല്ലോ ഈ ബ്രോക്കറെ. അപ്പൊ ആ സമയം നോക്കിയിട്ട് അവന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കൊടുത്ത് ഇവര് തമ്മിൽ അടുപ്പണം. ഈ ബ്രോക്കർമാർ എത്ര വീട് കയറിയാണ് ഒരു കല്യാണം നടക്കുന്നത്. അടുപ്പുണ്ടാണെങ്കിൽ പെട്ടെന്ന് നടക്കണം എഴുതിയിട്ടാണ് അയാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞത്. ലല്ലുവിനില്ലാത്ത വിഷമമുള്ള ആ ചെറുക്കന് എല്ലാരും ഒത്തുപണിയാ എന്താണെന്ന് അറിഞ്ഞൂടാ. കുട്ടിയാകെ പേടിച്ചു. അല്ലടി, നീ ഇതിനിടയ്ക്ക് എന്താണ്ട് ക്ലാസ് കെട്ടിയത കാര്യം പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു അമ്മാവായിട്ട് കണ്ണു കാണിക്കണത് ഞാൻ കണ്ടു. അയ്യോ, എന്ത് കാര്യം? അമ്മാവാ അതൊന്നുമില്ലടി, അത് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു ചെറിയ കുറുമ്പ്. ക്ലാസ് കട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഒരു ദിവസം ഒരു കൂട്ടുകാരെല്ലാരും കൂടിയിട്ട് ക്ലാസ് കെട്ടിയിട്ട് സിനിമയ്ക്ക് പോയി. അതൊരു കുട്ടിയുടെ അമ്മ അറിഞ്ഞു. ആ കുട്ടിയുടെ അമ്മ അവളോട് പറഞ്ഞു, ഞാൻ നിന്റെ അമ്മോട് പറഞ്ഞു. നിന്നോട് അത് പറഞ്ഞിട്ടുണ്ടാവും കരുതിയിട്ടാണ് ഈ കുട്ടി പേടിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നത്. അമ്മ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. സംഭവം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറഞ്ഞ പഠിക്കണം. നീ സിനിമയ്ക്ക് പോയ മുത്തേ? അയ്യോ, അങ്ങനെ നീ സിനിമയ്ക്ക് പോയ മുത്തേ? അയ്യോ, നിനക്കെന്തടി? സിനിമയ്ക്ക് പോയി നമ്മള്. സിനിമയ്ക്കല്ലേ പോയത്? കൂട്ടുകാരികളുടെ കൂടെ അല്ലേ പോയത്?
ആണോ? ഇതിനു വേണ്ടിയിട്ടാണോ തന്നെ ഞാൻ പറഞ്ഞത്? ശരിയാക്കി തരാം. ചേച്ചി അവളെ ഓടി. അവള് പോയടേ. ഓടിയാ? അവള് പോയി. ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു തള്ളയുള്ളപ്പോ ഇവിടെ എന്തിനു ഇത് പറയുന്നത്? ആര്? ഞാൻ പ്ലീറ്റോന്റെ കൂടെ കൊണ്ടുപോകൂലേ സിനിമയ്ക്ക്? ആ. മകളെ പറഞ്ഞോ? അവിടെ നിക്ക് അമ്മേനെ ഓടിക്കരുത്. നീ കാര്യം പറ. നിക്കാനല്ലേ പറഞ്ഞത്? മുത്ത എനിക്ക് വയ്യ കാല്. മുത്ത ഇവിടെ നിക്ക്. Aliens.